കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. ഗോപുരവാതിൽ കടന്ന് അകത്ത് വരുമ്പോൾ നേരെ നമുക്ക് കാണാം ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറി അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വരുമ്പോൾ ഇടതേ ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പേടവും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. അതിനുശേഷം ആ വലത് വശത്തെ ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം. ആ പ്രകാശത്തിൻ്റെ അതിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് കാണാൻ ഉള്ളത് എന്താ വെച്ചാൽ ആദ്യം തന്നെ നല്ലൊരു പാമ്പിനെ കാണുന്നു. ആ പാമ്പ് എന്ന് പറഞ്ഞാലും വല്ല നല്ല രസമുള്ളൊരു പാമ്പ്. അപ്പോൾ ആ പാമ്പിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഫണം കാണാണ്ട് നല്ല ഫണങ്ങൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് പൊട്ടുപോലെയൊക്കെ വെച്ച് നല്ല വലിയ പാമ്പാണ്. ആ പാമ്പിൻ്റെ മുകളിൽ അതാ ഉണ്ണിക്കണ്ണൻ നിന്ന് ചാടി കളിക്കുന്നു കേട്ടോ, നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫണത്തിൻ്റെ മുകളിൽ ഇടത്തെ കാല് ചവിട്ടി നിൽക്കുന്നുണ്ട്, വലത്തെ കാലിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത ആ ഫണത്തിൻ്റെ മുകളിൽ ചവിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാളിയ മർദ്ദനത്തിൻ്റെ രൂപത്തിലാണെന്ന്. കാളിയ മർദ്ദനം, കാളിയൻ്റെ ദർപ്പം തീർക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് അന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ അലങ്കാരം, കളഭാലങ്കാരം. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുകളിൽ നോക്കിയാൽ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, അതേപോലെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ എങ്ങനെ വെച്ചാൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ ആ വാലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വാലെടുത്തിട്ട് ഇനിയിപ്പോൾ എവിടേക്കും പോകണ്ട, തൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കട്ടെ. എവിടേക്കെങ്കിലും പോവാച്ചാൽ വാലുകൊണ്ട് വീണ്ടും കൊണ്ട് പിടിക്കാമല്ലോ. വാല് കൈ പിടിച്ചിട്ടുണ്ട്. എങ്ങാനും കൂളിയിട്ട് പോയെങ്കിലോ വെച്ചിട്ടേ അധികം അധിക ചവിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ കാളിയൻ എങ്ങോട്ടെങ്ങാനും ഓടിപ്പോയാലോ വെച്ചിട്ട് അപ്പോൾ അവിടെ തന്നെ നിൽക്ക്. നിൻ്റെ ആ ദർപ്പം മുഴുവൻ, അതായത് നിൻ്റെ ആ ഒരു അഹങ്കാരം മുഴുവൻ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തിയണ്ണ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പുഞ്ചിരി, മുഖത്ത് നല്ല പുഞ്ചിരി. ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. അതും നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ആ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുമുടിമാല 2 ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, അതേപോലെ തുളസിയും താമരയായിട്ടുള്ളതും, അതേപോലെ ഒരു ഉണ്ടമാല 1. അതെങ്ങനെ വെച്ചാൽ ചെറിയൊരു നല്ല തിക്കുണ്ട്, ചെറിയൊരു മാലയാണ് അത്. തുളസിയുണ്ട്, തെച്ചിയുണ്ട്, അതേപോലെ വെളുത്ത പൂവുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴുകയാണ്. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ മനസ്സ് അവിടെയാണ്. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സവിധത്തിലാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ ആദ്യം തന്നെ കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ലും, ചെറിയ ബലിക്കല്ല്, അതേപോലെ തിടപ്പള്ളി, പിന്നെ ചെറിയ ആലിലക്കണ്ണൻ്റെ രൂപം, അതേപോലെ സപ്തമാതാക്കളുടെ രൂപങ്ങൾ. അത് കഴിഞ്ഞ് ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ മായാദേവി, അതേപോലെ ചെറിയ ഗണേശൻ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ അതാ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ മേൽശാന്തി വരികയാണ്.
അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. പിന്നീട് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മേലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ അവിടെ നിന്നുള്ള ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് അതിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്തറിയും ആ കടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും നാരദരെയും വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ ആ കൂത്തമ്പലത്തിലും അതേപോലെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ ഭഗവാന്റെ ചെറിയ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ട് പൂന്തനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ ഭഗവതിയായി നടയിലും അതേപോലെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളമാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.